ആദ്യം നമ്മളോട് പറയുന്നത് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ ആകർഷിക്കും. എന്നാൽ അവസാനം ലോകം ചെയ്യുന്നത് നമ്മെ ഏറ്റവും ദോഷമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ഒരു പക്ഷേ കർത്താവിന്റെ അരികിലേക്ക് നീ കടന്നു ചെന്നാൽ ആദ്യം ഒരു പക്ഷേ കയ്പായിട്ടുള്ള അനുഭവമായിരിക്കും, ആദ്യം വേദനിക്കുന്ന അനുഭവമായിരിക്കും. എന്നാൽ ആ വേദനയുടെ അവസാനം ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അല്പം ചില വിഷമങ്ങൾ കൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും ആദ്യം ഒരു പക്ഷേ കണ്ണുനീരിന്റെ അനുഭവമായിരിക്കും, ആദ്യം ഒരു പക്ഷേ വേദനയുടെ അനുഭവമായിരിക്കും. എന്നാൽ അതിനപ്പുറമായി നമ്മെ സന്തോഷത്തോടെ നടത്തുവാൻ, നമ്മെ ഉത്സാഹത്തോടെ നടത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ കടന്നു പോകരുത്. ആദ്യം അല്പം കാലം തോന്നിയെങ്കിലും അതിനവസാനം നിന്റെ കൈപ്പിനെ മാറ്റുവാൻ, നിന്റെ കൈപ്പിനെ മാറ്റി മധുരമാക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആദ്യമായി അന്ത്രയോസ് തന്റെ സഹോദരനെ കർത്താവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ആദ്യമായി അന്ത്രയോസ് സഹോദരനെ കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കർത്താവ് അവനോട് പറഞ്ഞു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ കേഫായായി മാറുവാൻ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനിങ്ങനെ ചിന്തിക്കുന്ന ശിമോൻ എന്ന വാക്കിന്റെ അർത്ഥം ഓട പോലെ ആടി ഉലയുന്നത്, ശക്തിയില്ലാത്തത്, ബലഹീനമായത്. ഒരൊറ്റ നോട്ടത്തിൽ ഒരു പക്ഷേ ആ അന്ത്രയോസിന്റെ സഹോദരനായ ശിമോൻ കർത്താവിന്റെ അരികിലേക്ക് വന്നത് മനസ്സോടെ ആയിരുന്നില്ല. തന്റെ സഹോദരൻ തന്നെ നിർബന്ധത്താൽ കർത്താവിന്റെ അരിയിലേക്ക് കടന്നു വന്നു. യേശുവിന്റെ മുമ്പിൽ കടന്നു വന്നപ്പോൾ ഒരു സ്കാനിംഗ് മിഷ്യൻ പോലെ അവനെ നോക്കിക്കൊണ്ട് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു, നീ ഒരു പക്ഷേ ഇന്ന് നീ ശിമോനായിരിക്കാം. നിന്റെ ജീവിതത്തിലെ അവസ്ഥയെ മാറ്റുവാൻ പോവുകയാണ്, നിന്റെ ബലഹീനതയെ ഞാൻ മാറ്റുവാൻ പോവുകയാണ്, ഞാൻ മാറ്റുവാൻ പോവുകയാണ്, നീ ഒരു പത്രോസായി മാറുവാൻ പോവുകയാണ്, നീ കേഫായായി പാറക്കഷണമായി മാറുവാൻ പോവുകയാണ്. ലോകം നിന്നെ നോക്കി നീ ഒരു കഴിവില്ലാത്തവനാണ്, നിന്നെ കൊണ്ട് യാതൊന്നും കൊള്ളുകയില്ല, നിനക്ക് യാതൊരു, നിന്റെ ജീവിതത്തിലെ എല്ലാം തകർന്നവനാണെന്ന് ലോകം നിന്നെ നോക്കി പറയുമ്പോൾ എന്റെ കർത്താവ് ഇന്ന് മകൻകാലം നിങ്ങളോട് പറയുന്നത്, എത്ര പേർക്ക് ദൈവാത്മാവിൽ വിശ്വസിക്കാൻ കഴിയും? നിന്നെ നോക്കി പറയുന്നു, നീ ശിമോനെ നീ ഒരു കേഫായായി മാറുവാൻ പോവുകയാണ്. ഇന്ന് മുതൽ ദൈവാത്മാവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ ശക്തനാക്കുവാൻ, നിനക്ക് ബലം പകരുവാൻ, നിന്റെ ജീവിതത്തിൽ ശക്തി പകരുവാൻ എന്റെ ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആത്മാവിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവര് ആത്മാവിന്റെ ദൈവത്തെ കഴിയുമോ? എന്റെ ജീവിതത്തിൽ ബലം പകരുവാൻ, എന്റെ ജീവിതത്തിൽ ശക്തി പകരുവാൻ, ബലഹീനതയെ മാറ്റുവാൻ എന്റെ ദൈവം ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവേ, ഇന്ന് മുതൽ ദൈവത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എന്റെ ബലഹീനതയെ നോക്കി ലോകം എനിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാനൊരു ബലഹീനനാണ്, ഞാനൊരു കഴിവില്ലാത്തവരാണ്, ഞാൻ ഒന്നിനും വേണ്ടാത്തവരാണ്, ഞാനൊരു കുഴപ്പമില്ലാത്തവരാണ് എന്ന് ലോകം പറയുമ്പോൾ അതിന് മുമ്പിൽ നിരക്കായി നിങ്ങൾ ഒരുക്കി തരുവാൻ എന്റെ കർത്താവിന്റെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചില്ല എന്ന് പറയുന്ന പല പ്രിയപ്പെട്ടവരും നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെയാണ് പിശാചില്ല. പിശാചിനെ സംബന്ധിച്ചോളം വളരെ വിവാദപരമായിട്ടുള്ള പല വിഷയങ്ങളാണ് പലരുടെയും ചിന്തയില്ല. പിശാചുണ്ടോ, പിശാചില്ലയോ? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ദൈവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിശാചെന്ന് വിശുദ്ധ വേദപുസ്തകം അത് വ്യക്തമായി പറയുന്ന പിശാചുണ്ട്. എന്നാൽ ഒരു കാര്യം, ഇത് ദൈവത്തോട് നാം കൂടുതൽ അടുക്കുമ്പോൾ പിശാച് നമ്മുടെ അടുക്കുകയില്ല എന്ന് ചിന്തിക്കരുത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവകൃപയിൽ നിൽക്കുന്ന അനേക പ്രിയപ്പെട്ടവരെയും പിശാചിൻ്റെതായ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ പെട്ടെന്നുണ്ട്, ഒന്ന് രണ്ട് വേദഭാഗം പെട്ടെന്ന് വായിക്കാം. തെസ്സലോനിക്കയിലെ 1 തെസ്സലോനിക്ക 2:18 വായിക്കും. 1 തെസ്സലോനിക്ക 2:18. 1 തെസ്സലോനിക്ക 2:18. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. ദൈവകൃപയിൽ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു പൗലോസ്. ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന് വയസ്സിൽ നാം വായിക്കുന്നത് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ ഞാൻ 1-2 പ്രാവശ്യം ആഗ്രഹിച്ചപ്പോൾ സാത്താൻ അതിനെ തടഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, സാത്താൻ എന്നേക്കുമായി തടയുവാൻ കഴിയില്ല. സാത്താൻ എന്നേക്കുമായി തടയുവാൻ കഴിയില്ല.
ഒരുപക്ഷെ താൽക്കാലികമായ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കും. ദൈവമക്കൾ എത്ര ദൈവകൃപയിൽ നിന്നാലും വേണ്ടി തകർക്കുവാൻ വേണ്ടി സാത്താൻ പല വഴികളുമായി നമ്മുടെ അരിയിലേക്ക് വന്നു എന്നിരിക്കും. എന്നാൽ എന്നും അതിന് സാത്താൻ നമ്മെ ജയിക്കാൻ കഴിയില്ല. ദൈവകൃപയിൽ നിറഞ്ഞു നിന്ന പൗലോസ് പറഞ്ഞൊരു ഭാഗമാണ് നാം വായിക്കുന്നത്. പഴയ നിബന്ധനയിലുള്ള ഒരു ഭാഗം കൂടെ വായിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 12-13 വായിക്കും. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 12-13 അവർ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടു. ആദ്യ നിമിഷം നീ പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. എങ്കിലും എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. 21 ദിവസം എതിർത്തു. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ദൈവത്തിന്റെ ദാസനായിരുന്ന ദാനിയേലിന്റെ പ്രാർത്ഥനയെ പാർസി രാജ്യത്തിന്റെ പ്രഭുവായവൻ 21 ദിവസം തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ദൈവാത്മാവിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ചിലപ്പോൾ താമസിക്കുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, തടന്നു പോകരുത്, പരാജയപ്പെട്ടു പോകരുത്. ശത്രു നമുക്കെതിരെ ചെയ്യുന്ന അമ്പുകളാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പിന്നെയും നാം ദൈവത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തിൽ ഉറച്ച് നാം ആയിരുന്നാൽ നമ്മെ തകർക്കുവാൻ അൾട്ടിമേറ്റായിട്ട് നമ്മെ തകർക്കുവാൻ കഴിയില്ല. നമ്മെ അവസാനമായി നമ്മെ തകർക്കുവാൻ ഇല്ലാതെയാക്കുവാൻ ഒരിക്കലും പിശാചിന് കഴിയില്ല. ദൈവത്തിന് വേണ്ടി നാം വായിക്കുന്നത്, കള്ളൻ മോഷ്ടിപ്പാനും അറുക്കുവാനും വരുമ്പോൾ നമ്മുടെ കർത്താവ് വരുന്നത് ജീവൻ നൽകുവാൻ, കള്ളൻ അറക്കുവാനും മോഷ്ടിക്കുവാനും കടന്നു വരുമ്പോൾ ഇന്ന് പകൽ ഞാനൊരു കാര്യം ഓർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ മോഷ്ടിക്കുവാൻ അറക്കുവാൻ പിശാച് കടന്നു വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ മോഷ്ടിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തെ മോഷ്ടിക്കുവാൻ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ സമാധാനത്തെ മോഷ്ടിക്കുവാൻ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സ്വരച്ചേർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കൈകേറിയ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാൻ, കള്ളൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിന്റെ ജീവിതത്തിലെ സന്തോഷത്തെ മോഷ്ടിക്കുവാൻ, സമാധാനത്തെ ഇല്ലാതെയാക്കുവാൻ കടന്നു വരുമ്പോൾ എന്റെ ദൈവം വരുന്നത് എനിക്ക് ജീവൻ നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ. സഹോദര, നിന്റെ ജീവിതത്തിൽ നിത്യജീവൻ നൽകുവാൻ പിശാചിന്റെ തന്ത്രത്തെ എതിർത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാം, എന്റെ കർത്താവ് വരുന്നത് ജീവൻ നൽകുവാൻ, നിത്യജീവൻ നൽകുവാനാണ് എന്റെ കർത്താവ് വരുന്നത്. അവരിക്കലും അത് ക്ഷീണിച്ചു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായിട്ടുള്ള ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നാം ഒരിക്കലും പരാജയപ്പെട്ടു പോലെ ക്ഷീണിച്ചു പോയത് കാരണം പിശാചിന് നമ്മെ തകർക്കുവാൻ കഴിയില്ല. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പല മന്ത്രവാദികൾ, വലിയ മന്ത്രം ചെയ്യുന്ന വലിയ മന്ത്രവാദികളൊക്കെ നമ്മുടെ ഒരു പക്ഷേ പഴയ ആൾക്കാർക്ക് അല്പപ്രായമുള്ളവർക്കറിയാം. അവരുടെ ജീവിതത്തിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും മന്ത്രവാദങ്ങളും. എന്നാൽ ഇന്ന് നോക്കിയാൽ അങ്ങനെയുള്ള ഭവനങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി. ഒരു കാലത്ത് മന്ത്രവാദവും കൊണ്ട് നടന്ന അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവർ തകർന്ന് തരിപ്പണമായപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, യേശുവിന്റെ അരികിലേക്ക് നീ കടന്നു ചെന്ന, യേശുവിന്റെ അരികിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ അവൻ നിന്റെ ജീവിതത്തിൽ ജീവൻ നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം വിശ്വസ്തനാണ്. ജീവിതത്തിൽ ആഴത്തോടെ തകർന്ന വിഷയത്തോടെ വേദനയോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരി, ഇന്ന് മകൾ ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ പരാജയത്തെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിലെ ഇല്ലായ്മയെ മാറ്റുവാൻ എന്റെ ദൈവം, എന്റെ കർത്താവ് ദൈവപുത്രൻ കടന്നു വന്നിട്ടുണ്ട്. ഈ ശാന്തിന്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ എന്റെ ദൈവം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് മകൾ ദൈവാത്മാവിനോട് വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ ജീവിതത്തിലെ പിശാചിന്റെ പ്രവർത്തികളെ, നിന്റെ ജീവിതത്തിലെ പിശാചിന്റെ പ്രവർത്തികളെ അതിനെ അഴിപ്പാൻ, അതിനെ ഇല്ലാതെയാക്കുവാൻ, അതിനെ തകർക്കുവാൻ എന്റെ കർത്താവിന്റെ പോലെ കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കൂനിയായ സ്ത്രീ ലൂക്കോസിന്റെ സുവിശേഷത്തിന് 13-ാം അധ്യായത്തിലാണ് തോന്നുന്നത് എപ്രകാരം എഴുതിയിരിക്കുന്നത്. 13-11 വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം. അവൻ ശബത്തിൽ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ശബത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട്
ഒട്ടും നിവരുവാൻ കഴിയാത്തൊരു സ്ത്രീ, കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ സ്ത്രീ പലരുടെ അരികിലേക്ക് പോയി കാണും. ആ നാട്ടു വൈദ്യന്മാരുടെ അരികിലേക്ക് പോയി കാണും, പല ഡോക്ടേഴ്സിന്റെ അരികിലേക്ക് പോയി കാണും. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അവരുടെ അസുഖം എന്താണ്. ഒരു കൂനിയായ സ്ത്രീ, അവരുടെ എക്സ്റേയിൽ പോലും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല, അവരുടെ സ്കാനിങ് മെഷീനിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് അസുഖം എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്യം വായിക്കണം. അവിടെ 18 സംവത്സരമായ ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ച സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു പറഞ്ഞ് അവളുടെ മേൽ കവിച്ചു. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ അരികിലേക്ക് ചെന്നു. കാരണം ഞാനിങ്ങനെ വിശ്വസിക്കുന്ന പിശാച് അവളെ തകർത്തിട്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എഴുന്നേൽക്കുവാൻ കഴിയാതെ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഭാവനയിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഈ പിശാച് ചെയ്തത് അവളുടെ കാലിൽ കൂടെ ഒരു തുടലിട്ടിട്ട് കഴുത്തിൽ കെട്ടി ഒട്ടും എഴുന്നേൽക്കുവാൻ കഴിയാത്ത, മുമ്പോട്ട് നടക്കുവാൻ കഴിയാതെ, ചലിക്കുവാൻ കഴിയാതെ, ലോകത്തിൽ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതിയിൽ പിശാച് അവളെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ എന്റെ യേശു അവളുടെ അരികിലേക്ക് കടന്നു ചെന്ന്, അത് ശബത്ത് നിമിത്തമാണ്, കർത്താവിന് വിഷയമല്ല, അവളുടെ അരികിലേക്ക് കടന്നു വന്ന് ഈ 18 സംവത്സരമായി രോഗാത്മാവ് ബന്ധിച്ചിരുന്ന ആ ബന്ധനാമത്തിൽ നിന്ന് യേശുവിന്റെ സ്പർശനത്തിന് മുമ്പില് ഓർമ്മിക്കട്ടെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നാളുകളായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ നീ ആരുടെയോ അരികിലേക്ക് കടന്നു പോകേണ്ട കാര്യമില്ല, ഒരു പ്രവാചകനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. എന്റെ യേശുവിന്റെ അരികിലേക്ക് നീ കടന്നു ചെന്ന, എന്റെ യേശുവിന്റെ അരികിലേക്ക് നീ കടന്നു ചെന്ന, എന്റെ യേശു നിന്നെ ഒന്ന് തൊട്ട, എത്ര വർഷമായി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന് മുമ്പിൽ ഇന്ന് മകൻ പരിഹാരം ലഭിച്ചിട്ട്, ഇന്ന് മകൻ വിടുതൽ ലഭിച്ചിട്ട്, ഇന്ന് മകൻ വിടുതൽ ലഭിച്ചിട്ട് മാത്രമേ ഇവിടെ നാം മടങ്ങിപ്പോകും. വായിച്ചിരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവസന്നിധിയിലേക്ക് കടന്ന് ഞാൻ ആദ്യം ഓർപ്പിച്ചു, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന പല പ്രിയപ്പെട്ടവർക്കും ദൈവത്തോട് അടുക്കുമ്പോഴും ഈ പിശാചിന്റേതായ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. എന്നാൽ പിശാചിന് ഒരിക്കലും അൾട്ടിമേറ്റായിട്ട് നമ്മെ ജയിക്കുവാൻ കഴിയില്ല. കാരണം ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പിശാചിന് ബലമുണ്ട്, പക്ഷെ പവറില്ല, ശക്തിയില്ല. ഒരു വലിയ ട്രക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ ഒരു സാധാരണ പോലീസുകാരൻ അവിടെ നിന്ന്, ഈ പോലീസുകാരൻ അവിടെ നിന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ സ്റ്റോപ്പ് എന്ന് കാണിച്ചാൽ വലിയ ശക്തിയുള്ള, അത്ര ഭാരമുള്ള ആ കാര്യങ്ങളുമായി കടന്നു വരുന്ന ആ ട്രക്ക് പോലീസുകാരന്റെ ഒരു സ്റ്റോപ്പിനുണ്ട് അവിടെ. ഞാൻ ചോദിക്കട്ടെ, ആ വലിയ ട്രക്കിനാണോ ബലം, അല്ലെങ്കിൽ ശക്തി അതിനാണോ, അല്ലെങ്കിൽ ആ പോലീസുകാരനാണോ? പവറാണ് അവിടെ കാണിക്കുന്നത്, പവറിന് മുമ്പിൽ. ഞാൻ ചിന്തിക്കുന്നത് പിശാചിന് ബലമുണ്ടെന്നാൽ പിശാചിന് അൾട്ടിമേറ്റ് ആയിട്ട് ശക്തിയില്ല. പിശാചിന് ബലമില്ല. പിശാചിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ നമ്മുടെ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഒരു കാര്യം ഞാൻ സന്തോഷത്തോട് ഓർപ്പിക്കട്ടെ, ദൈവമക്കളെ, എന്റെ മുമ്പിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, നമ്മുടെ മുമ്പിൽ പിശാചിന് നിൽക്കുവാൻ കഴിയുകയില്ല. ഒരു പക്ഷെ നിന്നെ താൽക്കാലികമായിട്ട് നിന്നെ ക്ഷീണിപ്പിച്ചെന്നിരിക്കും, നിന്നെ പരാജയപ്പെടുത്തിയിരിക്കും. എന്നാൽ അതിനു മുമ്പിൽ നീ താൽക്കാലികമായി ചില വിഷയങ്ങളിലൂടെ കടന്നുപോയെന്നിരിക്കും. എന്നാൽ അതിനു മുമ്പിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ പിശാചിന്റെ പ്രവൃത്തികളെ നിന്റെ കുടുംബജീവിതത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, വ്യക്തിപരമായി നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്റെ സന്തോഷത്തെ കാത്തുകൊണ്ടിരിക്കുന്ന, നിന്റെ ജീവിതത്തെ വിചാരിച്ചുകൊണ്ട് പിശാചിന്റെ മുമ്പിലായിരിക്കുമെങ്കിൽ അതിനെ തകർക്കുവാനത്രേ എന്റെ ദൈവപുത്രൻ കടന്നുവന്ന് ഇതുപോലെ വിശ്വസിക്കുവാൻ കഴിയും. ആത്മാവിന്റെ വികസനം ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ പിശാച് നിന്റെ ബന്ധനത്തിന് എനിക്ക് ആവശ്യമില്ല. ഒരു കാലത്ത് നിന്നെ ബന്ധിച്ചവരാണ് ഇന്നെന്റെ യേശുവിന്റെ അരികിലേക്ക് കടന്നുവന്ന് എന്റെ പൊട്ടനെ വിളിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് ദൈവമാതാവ് വിശ്വസിക്കുക, പ്രവർത്തിക്കുക
പറയുന്നുണ്ട്. എടുക്കണം. അതിന്റെ 10-ാം വാക്യം മുതൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവേ. അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവേ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവേ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കുന്നത് എന്ന് വെച്ചാൽ പിശാചിന്റെ തന്ത്രം നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവമക്കളോടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധവർഗം. താഴെയുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് സർവായുധവർഗം? പെട്ടെന്ന് വായിക്കാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടുക, നീതി എന്ന കവചം ധരിച്ചും കവചം ധരിക്കുക, സമാധാന സുശേഷത്തിനായുള്ള ഒരുക്കം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുകയും. മതി 7 കൂട്ടങ്ങൾ പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാം വിശദീകരിക്കുവാൻ സമയമില്ല. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാത്തിനും മീതെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സത്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, സുവിശേഷ താല്പര്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, രക്ഷയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പല കാര്യങ്ങൾ എഴുതിയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാത്തിനും മീതെ. അത് മാത്രം കൂടെ വായിക്കണമേ. എല്ലാറ്റിനും മീതെ എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കവതായ തക്കവണ്ണമുള്ള വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുകയും. ഞാനൊരു കാര്യം ഓർമ്മിക്കാം. ദുഷ്ടൻ നമുക്ക് നേരെ എഴുതുന്നത് സാധാരണ അമ്പുകളല്ല. പലപ്പോഴും എന്നെ ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു സാധാരണ അമ്പ് ചെയ്താൽ ഒരുപക്ഷെ അത് പെട്ടെന്ന് അത് ഊരിക്കളയാം, അല്ലെങ്കിൽ എടുത്തു കളയാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി ഒരു പക്ഷേ രക്ഷപ്പെടുവാൻ കഴിയും. ഒരു സാധാരണ അമ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ, തറച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് പെട്ടെന്നത് അത് മാറ്റിക്കളഞ്ഞാൽ രക്ഷപ്പെടുവാൻ കഴിയും. ദുഷ്ടൻ ചിന്തിക്കുന്നത് അതല്ല, അത് തീയമ്പുകൾ. അത് അമ്പ് എയ്യോ മാത്രമല്ല, അവിടെ ആളി കത്തണം. ഒരു ദുഷ്ട തീയമ്പുകൾ എയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരെ എഴുതുന്ന ആ അമ്പിന് കേവലം മൂർച്ച മാത്രമല്ല, അത് തീ കഷ്ണങ്ങളുമായി അഗ്നി കഷ്ണങ്ങളുമായി വരുമ്പോൾ പെട്ടെന്ന് ആർക്കും നമ്മെ വെളിവിക്കുവാൻ കഴിയാതെ വണ്ണം അത് ആളി കത്തുന്ന ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാം. വിശ്വാസം എന്ന പരിചയമായി എന്റെ ദൈവത്താൽ അസാധ്യമായൊന്നുമില്ല. ശത്രുവാകുന്ന പിശാച് എന്നെ ആശ്രയിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോ എന്റെ ശരീരത്തിന് നേരെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ, എന്റെ കുടുംബത്തിന് നേരെ, എന്റെ ഭവനത്തിന് നേരെ, എന്റെ കുടുംബത്തെ തകർക്കുവാൻ കടന്നു വരുമ്പോ ദൈവാത്മാവിന്റെ മകൻ ഞാൻ വിളിച്ചു പറയട്ടെ, വിശ്വാസം എന്ന പരിചയമായി, വിശ്വാസം എന്ന പരിചയമായി സാധ്യമായതൊന്നുമില്ല. പിശാചിനെ ജയിക്കാൻ കഴിയില്ല. കാരണം ഞാൻ പിശാചിനെ തോൽപ്പിച്ചവരാണ്, പിശാചിനെ പരാജയപ്പെട്ടവരാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്തെ എന്റെ ദൈവത്തിൽ കടന്നു വന്നത് പൂർണ്ണമായി നാം വിശ്വസിക്കും. വിശ്വാസം എന്ന പരിചയമായി, വിശ്വാസം എന്ന പരിചയമായി എന്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ നീ എന്നെ തകർക്കുമെന്ന് പറയുന്നുവെങ്കിൽ അവനെ നോക്കിക്കൊണ്ട് പറയുക, പിശാചിൽ നിനക്ക് എന്നെ തകർക്കുവാൻ കഴിയുകയില്ല, പിശാചിൽ നിനക്ക് എന്നെ വെട്ടിക്കുവാൻ കഴിയുകയില്ല. എന്റെ സകലത്തിനും മതിയായവരാണ് പറയുവാൻ കഴിയും. പറയുവാൻ കഴിയുമോ? കഴിഞ്ഞ നാളുകളായി ലോകത്തിന്റെ രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവളാണെങ്കിൽ ഇന്ന് വിളിച്ചു പറയുക, എന്റെ ശക്തനാക്കുന്നവൻ ഞാൻ സകലത്തിനും മതിയായവൻ. ഒരു പക്ഷെ ഞാൻ ക്ഷീണിതനായിരിക്കാം, ഒരു പക്ഷെ ഞാൻ പരാജയപ്പെട്ടവനായിരിക്കാം. ആ പരാജയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ക്ഷീണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിന്റെ മകനെ, നിന്റെ മകൾക്കെതിരെ, നിന്റെ കുഞ്ഞിനെതിരെ, നിന്റെ ഭൈനത്തിനെതിരെ, നിന്നെ തകർക്കുവാൻ വേണ്ടി നോക്കുന്ന വിഷയത്തിന് മുമ്പിൽ ദൈവമാവൻ വിളിച്ചു പറയുക, എന്റെ ശക്തനാക്കുന്നവൻ ഞാൻ സകലത്തിനും മതിയായവൻ. എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, എനിക്ക് എന്നെ ജയിക്കുവാൻ കഴിയുന്നില്ല. എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, അതിനൊക്കെ സകലത്തിനും മതിയായവൻ. ജോലി നഷ്ടപ്പെട്ടു പോയിരിക്കാം, പക്ഷെ സാമ്പത്തികമായി തകർന്നവരായിരിക്കും. ഒരു കാര്യം ഇന്ന് പലകാലം ദൈവാത്മാവിൽ വിശ്വസിക്കുക, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരെ കടന്നു വരുമ്പോൾ, പിശാചിന്റെ തീയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ആളെ കത്താതിരിക്കാൻ ഒരു കാര്യം മാത്രം ഇന്ന് മുതൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. വിശ്വാസം എന്ന പരിചയം, വിശ്വാസം എന്ന പരിചയമായി നീ നിന്റെ ജീവിതത്തിൽ നീ ഇറങ്ങി തിരിച്ചാൽ, എവിടെ നിനക്കെതിരെ അമ്പയുമോ അവിടെ നീ കടന്നു ചെന്നിട്ട് നിന്റെ മക്കളിൽ പരിചയമുണ്ടെങ്കിൽ ആ പരിചയവുമായി ദൈവത്തിൽ നിൽക്കുക. ആ പരിചയം ജയിപ്പോ എന്റെ ശത്രുവിന് കഴിയുകയില്ല, ആ പരിചയം ജയിപ്പോ പിശാചിന് കഴിയുകയില്ല.
ദൈവത്തെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. പിശാചിന്റെ പ്രവൃത്തികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ ജയിക്കാനുള്ള വിശ്വാസം. അതുകൊണ്ടാണ് സംഘത്തിലക്കാരനായ ദാവീദ് പറഞ്ഞത്, യഹോവ എന്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകെ. മറ്റൊരാളുടെ ഇടയനല്ല. സംഘത്തിലക്കാരൻ പറഞ്ഞത്, ഒരുപക്ഷെ ഞാൻ കാൽവിരയിൽ കൊടുത്തു പോകേണ്ടത്, മരണത്തിന്റെ നീടലിന്റെ കാൽവിരയിൽ കൂടെ ഞാൻ പോകുമ്പോൾ മരണനീടലിന്റെ തേടി വന്ന് തിരിച്ചു. ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, യഹോവ എന്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എത്ര കഠിന ശോധനയിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും വിശ്വാസം എന്ന പരിചയമായി നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ, എന്റെ ദൈവം എന്റെ ഇടയൻ. അപ്പൊ എന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് സംഗീതത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഇപ്രായിരിക്കുന്നത്, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഒരു പക്ഷേ കൂടെ പോകേണ്ട അനുഭവങ്ങൾ സഹോദരിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിന് അവസാനമായി ശത്രു നമ്മെ പരീക്ഷിക്കുവാൻ, ശത്രു നമ്മെ തകർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നോക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും എന്ന് നമുക്ക് പറയുവാൻ കഴിയും. തിന്മയുടെ മുകളിൽ നിന്നുകൊണ്ട്, ഒരുപക്ഷെ 100 തിന്മയുടെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇത് ഉറക്കം പറയുമ്പോൾ ഞാൻ തിന്മയുടെ മുകളിൽ നിന്നുകൊണ്ടായിരിക്കാം പറയുന്നത്. എങ്കിലും വിശ്വാസത്താൽ നമുക്ക് പറയുവാൻ കഴിയണം, നന്മയും കരുണയും എന്നെ പിന്തുടരും, നന്മയും കരുണയും എന്നെ പിന്തുടരും, എന്റെ ആയുഷ്കാലം മുഴുവനും അതെന്നെ പിന്തുടരും എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഞാനൊരു കൊച്ചു കാര്യങ്ങൾ പെട്ടെന്ന് സമയം പോകുമ്പോൾ ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യോഗിച്ചുവെന്ന കർത്താവിന്റെ ദാസൻ പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു നടന്ന ഒരു സംഭവമാണ്. അത് മാത്രം പെട്ടെന്ന് കേട്ടിട്ടില്ല. അത് ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി മാത്രം പറയും. എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ള വിഷയം, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആ യോഗിച്ചോടെ സ്വന്തം സ്ഥലത്തേക്ക് കടന്നുപോയി. അദ്ദേഹത്തിന്റെ സഭയിൽ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ, അദ്ദേഹത്തിന്റെ പ്രയർ ടവറിൽ സൗത്ത് കൊറിയയിലേക്ക് കടന്നുപോയി. വളരെ പേഴ്സണലായിട്ട് റിലേഷനുണ്ട്. റിലേഷൻ വെച്ച് നല്ല ആത്മീയ ബന്ധമുണ്ട്. എറണാകുളത്ത് ഞങ്ങളുടെ വീട്ടിൽ അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. വീട്ടിൽ കടന്നൊരു ടീമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ഹൗസ് വാമിങ് മറ്റു ചിലരാ ചെയ്തതെങ്കിൽ യോഗിച്ചോയും ടീമുമാണ് വന്ന് ആദ്യമായി വന്ന് പ്രാർത്ഥിച്ച് സമയം ചെലവഴിച്ച കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയുകയല്ല. പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുള്ള പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ സുവിശേഷ പ്രചരണാർത്ഥം ഈ കർത്താവിന്റെ ദാസന് ഒരു ടീമായിട്ട് ആരും വന്നവരെ സുവിശേഷമായി ചെന്നിട്ടില്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് കടന്നു. പ്രത്യേക ഒരു ഗ്രാമമാണ്. ഗ്രാമത്തലവനും കാര്യങ്ങളും എല്ലാം ഉള്ള ഗ്രാമത്തിലേക്ക് അന്ന് വരെ ആരും സുവിശേഷവുമായി, യേശുവിന്റെ വചനവുമായി, ദൈവവചനവുമായി ആരും ചെല്ലുവാൻ മടിക്കാത്ത ഭീകരന്മാരുള്ള ഒരു ഗ്രാമത്തിലേക്ക് കടന്നു. ആ ഗ്രാമത്തിലേക്ക് കടന്നിരുന്നു. ആദ്യ ദിവസം തന്നെ എതിർപ്പിനെ വലിയ എതിർപ്പിനെ നേരിടേണ്ടി വന്നു. എതിർപ്പിനെ നേരിടേണ്ടി വന്നത് ഇപ്രകാരമാണ്: ഈ ഗ്രാമത്തിൽ യേശുവിന്റെ നാമം പറഞ്ഞു വരുവാൻ സാധ്യതയില്ല, ആർക്കും കഴിയില്ല. അങ്ങനെ വന്നിട്ടുള്ളവരാരും ജീവനോട് പോയിട്ടില്ല, നിങ്ങൾ ജീവനോട് പോവുകയില്ല. ഇതെല്ലാം പറഞ്ഞ് യോഗിച്ചു. അവരോട് വളരെ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുകയില്ല, ഞങ്ങൾ ആരെയും മതം മാറ്റുവാൻ വേണ്ടി വന്നതല്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന യേശു നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യം മാത്രം, അത് മാത്രം പ്രസ്താവിക്കാൻ വേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ യേശു സർവശക്തനാണ്, കാര്യങ്ങളൊക്കെ കുറ്റപ്പാണ്. ഗ്രാമത്തലവൻ അവസാനം ഒരു കാര്യമാണ്, ഈ ഒരു കാര്യം ചെയ്യാമെങ്കിൽ ഞങ്ങൾ നിന്റെ യേശുവിൽ വിശ്വസിക്കാം. തളർവാദം പിടിച്ച് വളരെ രോഗിയായി ചില വർഷങ്ങളായി കിടക്കുന്ന ഒരു സ്ത്രീ ഈ ഗ്രാമത്തിലുണ്ട്. അവരുടെ ഭവനത്തിൽ ആരുമില്ല, പിഞ്ചു കുഞ്ഞിനെ മാത്രമായിട്ട് ആ ഭവനത്തിലായിരിക്കും. ദുർഗന്ധം വമിക്കുന്ന, എഴുന്നേൽക്കാൻ കഴിയാത്ത ആ ഭവനത്തിലേക്ക് ആർക്ക് കടന്നിരിക്കുവാൻ കഴിയില്ല. ആ ഭവനത്തിലേക്ക് വളരെ ദൂരെ നിന്ന് ഏതെങ്കിലും ഭക്ഷണ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് മാത്രം ജീവിച്ച് അവിടെ തന്നെ അവർക്ക് യാതൊരു രീതിയിലും പരസഹായമില്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ആ സ്ത്രീ ദുർഗന്ധം വമിക്കുന്ന ആ കുടിലിലേക്ക് പോകാൻ ആരും തിരിയാത്ത ആ സ്ഥലത്ത് നിങ്ങൾ പോയി അവിടെ സൗഖ്യമാക്കാമെങ്കിൽ നീ വിശ്വസിക്കുന്ന യേശുവിനെ വിശ്വസിക്കാം. യോഗിക്ക് സന്തോഷം തോന്നി. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണെന്ന് സകലത്തും പ്രസംഗിച്ച് നടക്കുന്ന ഈ യോഗിച്ചോ ആ കാര്യം ഏറ്റെടുത്തു. 21 ദിവസമാണ് അവരുടെ യോഗത്തിന്റെ പ്രോഗ്രാം അവിടെ വെച്ചിരുന്ന് ക്രമീകരിച്ചിരുന്നത്. 21 ദിവസം ഞങ്ങളവിടെ കാര്യങ്ങളെല്ലാം പോകും. 21 ദിവസത്തിനുള്ളിൽ നീ അവളെ ജീവനോടെ അല്ലെങ്കിൽ അവിടെ അസുഖത്തെ മാറ്റിയില്ല എങ്കിൽ യോഗിച്ചോയും ടീമും ജീവനോട് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തലവൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു അപ്പീൽ അവിടെ ഇല്ല.
അതൊരു വിധി തന്നെ കൽപ്പിച്ചിരിക്കുകയാണെന്ന് യാതൊരു മാറ്റവുമില്ല. അവർ ഏറ്റെടുത്തു, ദൗത്യം ഏറ്റെടുത്തു. ഒരു ദിവസമായി 2 ദിവസമായി അവർ ആ ഭവനത്തിലേക്ക് എന്നും കോഴ്സുകൾ കഴിഞ്ഞിട്ട് അവരുടെ യോഗം കഴിഞ്ഞിട്ട് ആ ഭവനത്തിലേക്ക് കടന്നില്ല. ആ സഹോദരന്റെ അരിയിലേക്ക് കടന്നിരുന്ന് വളരെ കണ്ണുനീരോടെ പ്രാർത്ഥനയ്ക്ക് യാതൊരു നടപടി ലഭിച്ചില്ല. അവർ വളരെ ഭാരപ്പെട്ട 1 ദിവസമായി, 3 ദിവസമായി, 5 ദിവസമായി, 7 ദിവസമായി, 14 ദിവസമായി ഇതെല്ലാം കഴിഞ്ഞിട്ടും പ്രാർത്ഥനയ്ക്ക് യാതൊരു മറുപടിയുമില്ല. ജീവിതത്തിൽ വലിയ നിരാശ തോന്നി. കാരണം ദിവസം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യോഗിച്ചു എത്രകാലം കൂടെ പറഞ്ഞു, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം, യോഗിച്ചുവെ വിടുവിച്ച ദൈവം, ക്ഷയരോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ച എന്റെ ദൈവം, മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് എന്നെ വിടുവിച്ച എന്റെ ദൈവം, ഈ ഏറ്റവും പ്രതിസന്ധിയുടെ നിമിഷത്തില് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ ദൈവത്തെ സേവിച്ചിട്ട് എന്താണ് കാര്യം എന്ന ചിന്ത യോഗിച്ചുള്ള ജീവിതത്തിൽ കടന്നു. കാരണം 18 ദിവസമായി, 19 ദിവസമായി ഏറ്റവും അവസാന ദിവസത്തിലേക്ക് വളരെ നിരാശയോടെ ഈ 20-ാം ദിവസം രാത്രിയിൽ ഏറ്റവും അവസാനത്തെ ദിവസവും അവർ കടന്നു വന്ന് ആ സഹോദരിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കാരണം അന്നത്തെ യോഗം അവര് നേരത്തെ നിർത്തിയിട്ട് വളരെ നേരത്തെ അവിടേക്ക് കടന്നു വന്നു. വളരെ നേരം വളരെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. രാത്രികളിൽ പ്രാർത്ഥിച്ചിട്ടും യാതൊരു വ്യത്യാസമില്ല. അവസാനം നിരാശയോടെ യോഗിച്ചോ ആയിരിക്കും താമസിച്ച ഭരണത്തിലേക്ക് കടന്നു. അവർക്കറിയാം നാളെ രാവിലെ ദിവസം കഴിഞ്ഞു, ഏറ്റവും അവസാന നിമിഷമാണ്. ഇനി ഇവിടുത്തെ രക്ഷപ്പെടുവാൻ കഴിയില്ല, കാര്യങ്ങളെല്ലാം അറിയാം. അവർ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അവർ ഭവനത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ രാത്രിയിലേക്ക് ഭവനത്തിലേക്ക് കടന്നുപോയി ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയിൽ ഏതാണ്ട് 2 മണിയായപ്പോൾ പെട്ടെന്ന് യോഗിച്ചോ ഒരു സ്വപ്നം കണ്ടു. ദൈവം ദർശനം കണ്ടത് ഇപ്രകാരമാണ്: ഒരു മൂർഖൻ പാമ്പ് യോഗിച്ചോയെ കൊത്തുവാൻ വേണ്ടി ഭരണം ഉയർത്തി, അല്ലെങ്കിൽ അതിങ്ങനെ പറ്റി ഉയർത്തി ഇങ്ങനെ കൊത്തുവാൻ വേണ്ടി വരും. ഇപ്പോൾ കൊത്തു എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് യോഗിച്ചു അതിന്റെ തലയെ കഴുത്തിൽ കയറി പിടിച്ചു. ശക്തമായിട്ട് പിടിച്ച് ചില മിനിറ്റുകളോളം ഇങ്ങനെ പിടിച്ച് അവസാനം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ശക്തി ക്ഷയിച്ച് അതങ്ങ് അവിടെ തന്നെ അതങ്ങ് ഇല്ലാതെയായി. ശക്തി ക്ഷയിച്ച് അത് താഴെ വീണു. അത് അവിടെ വെച്ച് ചത്തുപോയി. പെട്ടെന്ന് ഈ സ്വപ്നം കണ്ടുവെങ്കിലും യോഗിച്ചു ഓർമ്മിപ്പോയി. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെയായി പെട്ടെന്ന് തന്നെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ നേരം വെളുത്ത് രാവിലെയായി കഴിഞ്ഞപ്പോൾ വലിയൊരു ശബ്ദം, വലിയൊരു ആരവാരി കേൾക്കാൻ പുറത്ത്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഞെട്ടി ഉണർന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഗ്രാമത്തലവന്മാരെല്ലാം ഇവിടെ കൊല്ലുവാൻ വേണ്ടി വരികയാണ്. ഇങ്ങനെ അവർ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ മുമ്പിൽ, ആ ജാതിയുടെ മുമ്പിൽ ഒരു സഹോദരി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരും. പെട്ടെന്ന് യോഗിച്ചോ എന്നൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഈ സഹോദരി വന്ന് യോഗിച്ചോട് പറഞ്ഞു, ഇന്നലെ രാത്രിയിലെ 2 മണിക്ക് നീ എന്റെ അരികിലേക്ക് വളർന്നു വന്നത് യോഗിച്ചോ, നീ എന്താ നീ ഓർക്കുന്നില്ല? നീ മറന്നുപോയോ? എന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് എന്നെ ശക്തമായി എന്റെ അരികിലേക്ക് കടന്നു വന്ന് ആ 2 മണിക്ക് എന്നെ കടന്നു വന്ന് എന്റെ തലയിൽ ശക്തമായി പ്രാർത്ഥിച്ച് എന്നെ വിടുവിച്ചത് നീ മറന്നുപോയോ? ഒരു രാത്രി കൊണ്ട് നീ മറന്നുപോയോ എന്ന് യോഗിച്ചോട് ചോദിക്കുമ്പോൾ യോഗിച്ചോ പെട്ടെന്ന് ദർശനത്തെ കുറിച്ച് ഓർത്തു. തന്റെ ജീവിതത്തിൽ അതുവരെ അവളെ തകർത്തുകൊണ്ടിരുന്ന പിശാചിന്റെ പ്രവർത്തനം അന്ന് രാത്രിയിൽ അഴിയപ്പെടുകയായിരുന്നു. ബന്ധനം അഴിയുകയായിരുന്നു. അന്ന് രാത്രിയിൽ അവൾ അന്ന് വരെ തളർവാദമായി കിടന്നു തളർന്നിരുന്ന ആ സഹോദരി പെട്ടെന്ന് കുഞ്ഞുമായി എഴുന്നേറ്റ് ചാടി വന്ന് ഇവരുടെ ജാഥയുടെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കാം. ആ ഗ്രാമത്തിലെ മുഴുവൻ പേരും അത് ജീവിക്കുന്ന യേശുവിനെ കണ്ട ഒരു രാത്രിയാ അന്നൊരു ദിവസമായി മാറി. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൽ വിശ്വസിച്ചാൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. പിശാചിനൊരു പക്ഷേ ബലമുണ്ട്. എന്നാൽ പിശാചിനെ തകർത്ത ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രയും ദൈവപുത്രൻ വന്നത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, അമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിന് കഴിഞ്ഞ ചില നാളുകളായി നമ്മെ തകർത്തുകൊണ്ടിരുന്ന നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരെ, നമ്മുടെ സന്തോഷത്തെ തകർക്കുവാൻ, നമ്മൾ ഓർപ്പിക്കുവാൻ
നമുക്ക് അളക്കുവാനും കുടിക്കുവാനും വന്നപ്പോൾ അതിനു മുമ്പ് നമുക്ക് ജീവൻ നൽകുക, നിത്യജീവൻ നൽകുക ആ ദൈവത്തെ ഇന്ന് പകൽ കണ്ടുകൊണ്ട്